പ്രധാനപ്പെട്ട നിയമ രംഗത്തെ വികാസങ്ങളിൽ കോടതിയുടെ ഇടപെടലുകൾ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ പ്രൊഫസർ ഇവിടെ വിശദമായി പാനലിൽ PPT പ്രസൻറ്റേഷനിൽ അവതരിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങളെല്ലാം തന്നെ ആരംഭിക്കുന്നത് തന്നെ ജുഡീഷ്യറിയുടെ ഇടപെടലുകളിൽ നിന്നാണ്. ഇത്തരം വിഷയങ്ങളിൽ സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ കോടതികൾക്ക് തന്നെ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള അധികാരമുണ്ടോ എന്ന് സംശയമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് 80കളുടെ തുടക്കത്തിൽ രത്നം മുനിസിപ്പൽ കേസിൽ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ജുഡീഷ്യറിയുടെ ഇടപെടലുകൾക്ക് തുടക്കം കുറിക്കുന്നു. മുനിസിപ്പാലിറ്റിയുടെ മിക്കവാറും ഇന്നും നമ്മൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട വാദമുഖങ്ങൾ തന്നെയാണ് അന്നും അവതരിപ്പിച്ചിരുന്നത്. പ്രധാനപ്പെട്ട സാനിറ്റേഷൻ ചുമതലകൾ നിർവഹിക്കുന്നതിന് മുനിസിപ്പാലിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അത് മുനിസിപ്പാലിറ്റിയുടെ പ്രാഥമികമായിട്ടുള്ള ചുമതലകളാണ് എന്ന് ആദ്യമായി ഊട്ടിയുറപ്പിക്കുന്നത് രത്നം കേസിൽ നിന്നാണ്. അതിൽ നിന്ന് തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ നിയമനിർമ്മാണങ്ങൾക്കും തുടക്കം കുറിക്കുന്നത് സുപ്രീം കോടതിയുടെ ഇടപെടലുകളിൽ നിന്നാണ്. ഹാർദിക പട്ടേൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച RMS പട്ടേലിൻ്റെ കേസിൽ അവർ ഏതാണ്ട് 30-ലധികം മുനിസിപ്പാലിറ്റികളിൽ പോയി പഠനങ്ങൾ നടത്തിയതിന് ശേഷമാണ് സുപ്രീം കോടതിയുടെ ഒരു പൊതുതാൽപര്യ ഹർജിയുമായിട്ട് വരുന്നത്. അതിൽ നിന്നാണ് പിന്നീട് പ്രധാനപ്പെട്ട വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമനിർമ്മാണങ്ങൾക്ക് കോടതികൾ നിർബന്ധിതമാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പം എല്ലാ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട ഇടപെടലുകളും സുപ്രീം കോടതിയിൽ നിന്നോ അതിനുശേഷം ഇപ്പോൾ വന്ന ഗ്രീൻ ട്രൈബ്യൂണലിൽ നിന്നും ഉണ്ടാവുകയും അതിൻ്റെ ചുവട് പിടിച്ച് പിന്നാലെ പാർലമെൻറ്റ് നിയമനിർമ്മാണങ്ങളോ അല്ലെങ്കിൽ റൂൾസ് നിർമ്മിക്കുകയോ ചെയ്യുന്നതാണ് വരുന്നത് എന്നതാണ്. ഇത് ഒരു ഭാഗത്ത് ജുഡീഷ്യൽ ഇൻ്റർവെൻഷൻ എന്നോ അല്ലെങ്കിൽ ജുഡീഷ്യൽ ആക്ടിവിസം എന്നോ വിശേഷിപ്പിക്കപ്പെടുമ്പോൾ പോലും മറുവശത്ത് പോളിസി മേക്കിംഗ് മുതൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ മുതൽ എൻഫോഴ്സ്മെൻറ്റ് വരെയുള്ള കാര്യങ്ങളിലേക്ക് കോടതികളുടെ ഇടപെടലുകൾ വേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിൽ ആദ്യകാലങ്ങളിൽ എടുത്ത വളരെ ശക്തമായ ഇടപെടലുകളെ തുടർന്ന് വന്ന കേസുകളിൽ പലപ്പോഴും നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന് സുമോട്ടോ കേസുകൾ എടുത്തു തുടങ്ങിയപ്പോൾ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ അങ്ങനെ സുമോട്ടോ കേസ് എടുക്കുന്നതിനുള്ള അധികാരമുണ്ടോ എന്നുള്ളൊരു ചോദ്യം സുപ്രീം കോടതി മുൻപാകെ വന്നു. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ NGT എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ട് വഴി നിയമിതമായിട്ടുള്ള ഒരു സംവിധാനമാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ആ സ്റ്റാറ്റ്യൂട്ട് പറയുന്ന അധികാരങ്ങൾക്കകത്ത് നിന്നുകൊണ്ടേ അവർക്ക് ഇടപെടാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ചെയ്യുന്നത് പോലെ ഒരു റിട്ട് ജൂറിസ്ഡിക്ഷൻ എക്സസൈസ് ചെയ്യുന്നത് പോലെ വിവേചനാധികാരങ്ങൾ വിനിയോഗിക്കുന്നതിനോ സ്വമേധയാ കേസെടുക്കുന്നതിനോ നിയമത്തിൽ അങ്ങനെ അനുവദിച്ചിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ സാധിക്കില്ല. ഒരു ലിറ്ററൽ ഇൻ്റർപ്രിട്ടേഷനോ അല്ലെങ്കിൽ വളരെ പരിമിതമായിട്ടുള്ള ഒരു നിയന്ത്രിതമായിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷനോ ആണ് സുപ്രീം കോടതി സ്വീകരിച്ചിരുന്നത് എങ്കിൽ ഒരുപക്ഷെ NGTക്ക് സുമോട്ടോ കേസെടുക്കാനുള്ള അധികാരമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ തിരിച്ച് NGTക്ക് സുമോട്ടോ കേസെടുക്കുന്നതിനുള്ള അധികാരമുണ്ട് എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അത് ഈ പരിസ്ഥിതി രംഗത്ത് അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ കാര്യത്തിൽ ഒരു പക്ഷേ ഭരണരംഗത്തുണ്ടാകുന്ന വീഴ്ചകളെ മറികടക്കുന്നതിന് ജുഡീഷ്യൽ ഇൻ്റർവെൻഷൻ അനിവാര്യമാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് അത്തരം പരിധികൾ കടന്നുകൊണ്ടുള്ള ഇടപെടലുകളിലേക്ക് കോടതികൾക്ക് പോകേണ്ടി വരുന്നത്. അത് വളരെ അനുരോധാത്മകമായിട്ടാണ് അതിന് ഇവിടുത്തെ നിയമവ്യവസ്ഥയെയും നിയമനിർവഹണത്തെയും മുന്നോട്ട് നയിക്കുന്ന രീതിയിലാണ് പോകുന്നത് എന്നതാണ്. പക്ഷേ ഇതിൻ്റെ അർത്ഥം ഇതെല്ലാം വിമർശനരഹിതമാണ് എന്നോ എല്ലാം തെറ്റുകുറ്റങ്ങളില്ലാത്തതാണ് എന്നോ ജുഡീഷ്യറി ഇടപെടുന്നത് എല്ലാം ശരിയാണ് എന്നുള്ളതോ അല്ല. മറിച്ച് അതിൻ്റേതായിട്ടുള്ള പരിമിതികളും പരാധീനതകളും എല്ലാം തന്നെ കോടതികൾക്കും ഉണ്ട്. ഒരു കാലഘട്ടത്തിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ് എല്ലാം കോടതികളിൽ വരികയും കോടതികൾ ശക്തമായി ഇടപെടുകയും അതിൽ നിന്ന് വളരെ ഗുണകരമായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം പിന്നീട് വന്ന കാലഘട്ടത്തിൽ കോടതികൾ തന്നെ ഈ പൊതുതാൽപര്യ ഹർജികളെ സസൂക്ഷ്മം നിരീക്ഷിക്കാൻ തുടങ്ങി എന്നുള്ളത് അതിൻ്റെ മറ്റൊരു വശമാണ്. ഇപ്പോൾ ഈ സൈലന്റ് വാലി സമരവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഡോക്ടർ MP പരമേശ്വരനെ പോലുള്ളവർ പറയുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം
സൈലന്റ് വാലി സമരം വിജയിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിന് പുറകിൽ വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ സമരത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളെയും സംബന്ധിച്ചും ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളും അതിന് ഉപോത്ഫലകമായിട്ടുള്ള തെളിവുകളും ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് വരുന്നൊരു കാലഘട്ടത്തിൽ കോടതിയിൽ വരുന്ന കേസുകളിൽ പോലും പലപ്പോഴും പുറത്ത് വലിയ സമരങ്ങൾ നടക്കുമ്പോഴും പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോഴും കോടതിക്കകത്ത് ഈ സമരങ്ങൾ പരാജയപ്പെട്ടു പോകുന്നതിനുള്ളൊരു പ്രധാന കാരണം ഈ ശാസ്ത്രീയമായ പഠനങ്ങളോ അടിസ്ഥാനങ്ങളോ ഇല്ലാതെ പോന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മുൻപ് ഒരു പോസ്റ്റ് കാർഡ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനായി പൊതുതാൽപര്യ ഹർജിയായി എടുത്തിരുന്ന സ്ഥാനത്ത് നിന്ന് വന്ന് ഇന്ന് നിങ്ങളൊരു പൊതുതാൽപര്യ ഹർജി കോടതി മുൻപാകെ സമർപ്പിക്കുന്നുണ്ട് എങ്കിൽ അതിനോടൊപ്പം വിശദമായിട്ടുള്ള ഒരു അഫിഡവിറ്റ് കൂടി കൊടുക്കണമെന്ന് കോടതി നിർബന്ധിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര കേസുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്ത് പഠനങ്ങൾ നടത്തി എന്ന് തുടങ്ങിയിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു അഫിഡവിറ്റോട് കൂടിയിട്ടേ ഇന്ന് നിങ്ങൾക്ക് പൊതുതാൽപര്യ ഹർജി സമർപ്പിക്കാനാവും. അതോടൊപ്പം തന്നെ ഇപ്പോൾ അതിൻ്റെ മറ്റൊരു വശമായിട്ട് പറയുന്നത് ഈ MC മേത്ത കേസായാലും ശരി, അരുണ പട്ടേൽ കേസായാലും ശരി, അതിൻ്റെയൊക്കെ മറുവശത്ത് നിന്ന് സംഭവിച്ചിട്ടുള്ള ഒരു പഠനം എന്ന് പറയുന്നത് ഇത് ഒരു വശത്ത് എന്താണോ പൊതുതാൽപര്യ ഹർജി കൊണ്ട് ഉദ്ദേശിച്ചത്, വളരെ സാധാരണക്കിടയിലുള്ള ഏറ്റവും താഴെത്തട്ടിൽ വരുന്ന ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് മാറിയിട്ട് ഒരു തരം മധ്യവർഗത്തിൻ്റെ എലിറ്റ് ക്ലാസിൻ്റെ ഒരു അർബൻ സൊസൈറ്റിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒന്നായിട്ട് മാറുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം ഉപരിയായിട്ട് ഇപ്പോഴും ഏറ്റവും അവസാനം വന്ന സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് വരെ NGTയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് രൂപീകരിക്കപ്പെട്ടതാണ് എന്നറിയപ്പോഴാണ് ജുഡീഷ്യൽ ഇൻ്റർവെൻഷനിലൂടെയാണ് ഇപ്പോഴും പലപ്പോഴും പല നിയമനിർമ്മാണങ്ങളും സാധ്യമാവുന്നത് എന്നുള്ളതും അതുകൊണ്ട് തന്നെ അവ അനിവാര്യമാണ് എന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ എല്ലാ വിമർശനങ്ങളും എല്ലാ പരിമിതികളും എല്ലാ ദൗർബല്യങ്ങളും നിലനിൽക്കുമ്പോഴും പലപ്പോഴും എക്സിക്യൂട്ടീവിനെയും നിയമനിർമ്മാണ സഭകളെയും അതിൻ്റെ പൊതു നയരൂപീകരണം മുതൽ ഇംപ്ലിമെൻറ്റേഷൻ മുതൽ എൻഫോഴ്സ്മെൻറ്റ് വരെയുള്ള കാര്യങ്ങൾക്ക് കോടതി ഇടപെടലുകൾ അനിവാര്യമാകുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് തൽക്കാലമെങ്കിലും നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നന്ദി.